അപ്പോഴേക്കും ആ ഡിക്കി ബോട്ട് ഏകദേശം 20 മീറ്റർ അടുത്തെത്തിയിരുന്നു. അതിൽ നിന്ന് സബ്മെഷീൻ ഗൺ അവർക്ക് നേരെ ചൂണ്ടുന്നതായി കാൽവർട്ടിന് മനസ്സിലായി. കാൽവർട്ട് ചീഫിനോട് പറഞ്ഞു, ഓൺ ദ പോർട്ട്. ഓൺ ദ പോർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ട് ഇടത്തോട്ട് തിരിക്കുക എന്നാണ്. അത് കപ്പലിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ഒരു ടേമാണ്. പക്ഷെ ആ ഡിങ്കി ബോട്ടിൽ വരുന്നവർക്ക് അതൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. കാരണം ആ കപ്പലിൻ്റെ ഇടതുവശത്തൂടെയാണ് ഡിങ്കി ബോട്ട് വന്നിരുന്നത്. പെട്ടെന്ന് കപ്പൽ ഇടത്തോട്ട് തിരിയുകയും അതേസമയം ആ സബ്മെഷീൻ ഗണ്ണിൽ നിന്ന് ഒരു ഫയറിംഗ് ഉണ്ടാവുകയും ചെയ്തു. ആ ഫയറിങ്ങിൻ്റെ വെളിച്ചം കാൽവർട്ട് കണ്ടു. പക്ഷേ കപ്പൽ പെട്ടെന്ന് ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് അത് ലക്ഷ്യം തെറ്റിപ്പോയി. അടുത്ത നിമിഷം അതിവേഗതയിൽ നീങ്ങിയ ആ കപ്പൽ ചെന്ന് ആ ഡിങ്കി ബോട്ടിൽ ഇടിച്ചു. ബോട്ട് രണ്ടായി പിളർന്ന് അതിലുള്ളവർ കടലിലേക്ക് വീണു. കാൽവർട്ട് ടോർച്ച് എടുത്തു. ടോർച്ചും അദ്ദേഹത്തിൻ്റെ ചെറിയ പിസ്റ്റളും ഒന്നിച്ച് അദ്ദേഹം 2 കൈയിലായിട്ട് കടലിലേക്ക് ചൂണ്ടി. ജാക്കിസിൻ്റെ മുഖം അദ്ദേഹം വ്യക്തമായി കണ്ടു. അയാൾ ആ കടലിൽ കിടക്കുമ്പോഴും ആ സബ്മെഷീൻ ഗണ്ണിന് തലയ്ക്ക് മേലെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് നനയാതിരിക്കാൻ. അയാളുടെ മുഖം ലക്ഷ്യമാക്കി കാൽവർട്ട് 2 റൗണ്ട് ഫയർ ചെയ്തു. അതോടെ ആ സബ്മെഷീൻ ഗണ്ണടക്കം അയാൾ കടലിലേക്ക് താന്നുപോയി. കടൽ നിരപ്പിൽ ആ കൈ എത്തുന്നത് വരെയും അയാൾ ആ സബ്മെഷീൻ ഗണ്ണിൽ നിന്ന് പിടിവിടുന്നില്ല എന്ന് കാൽവർട്ട് ശ്രദ്ധിച്ചു. അടുത്ത നിമിഷം അദ്ദേഹം ക്രാമറെ കണ്ടു. ക്രാമർക്ക് നേരെയും 2 റൗണ്ട് നിറയൊഴിച്ചു. ക്രാമറും കടലിലേക്ക് താന്നുപോയി. എത്ര നോക്കിയിട്ടും ക്വിന്നിനെ മാത്രം കാൽവർട്ടിന് കാണാൻ കഴിഞ്ഞില്ല.